ഈ സെഷനിൽ നമ്മൾ കുറച്ച് അഡീഷണൽ അല്ല, കുറച്ച് ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ സെഷനിൽ വിട്ടുപോയതുണ്ട് കേട്ടോ. വിട്ടുപോയതല്ല, ശരിക്കും അത് 31 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഞാൻ അടുത്തതിലേക്ക് പോസ്റ്റ്പോൺ ചെയ്താൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു ടേബിളിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. സോ ഹിയർ ഓർഗാനിസം വിത്ത് ദെയർ ടാക്സോണമി കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 11 ടേബിൾ 1.1. ഓക്കെ, അതിനകത്ത് കോമൺ നെയിമും ബയോളജിക്കൽ നെയിമും ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ഹാസ് ബീൻ ഗിവൻ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കോമൺ നെയിം മാൻ, അവർ ബയോളജിക്കൽ നെയിം വന്നിട്ട് ഹോമോസാപ്പിയൻസ് ആൻഡ് ജീനസ് ഈസ് ഹോമോ ആൻഡ് ഫാമിലി ഓഫ് ഹ്യൂമൻ ഇറ്റ് ഈസ് ഹോമിനിഡേ, ഓർഡർ ഇറ്റ് ഈസ് പ്രൈമേറ്റ ബിക്കോസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ദേ ഷോ menstrual cycle as reproductive cycle, class mammalia because they have mammary glands, phylum it is chordata because they have the notochord and vertebral column. Okay, so this is the characteristic or this is the divisions of human being allengi different levels of classification in human being. Next one it is housefly. Ee housefly edakkedakku chodikkarullana. Musca domestica, that is the biological name of housefly. Musca is the genus, Mucidae is the family of this housefly. Order it is Diptera, Insecta that is the class of it, and we can see the phylum Arthropoda. ഇതിനകത്ത് സാധാരണ ചോദിച്ചിട്ടുള്ളത് the order of housefly is Diptera. അവർ ഇൻസെക്റ്റ് ആണെന്ന് കൊടുക്കും, ഡിപ്റ്റര, ആർത്രോപോഡ, അതേപോലെ തന്നെ മ്യൂസിഡേ അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. അതിനകത്ത് അതിൻ്റെ ഓർഡർ വന്നിട്ട് ഡിപ്റ്റരയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചതാണ്. നെക്സ്റ്റ് ഓർഗാനിസം they have given that is mango. From plants they have given two. One is dicotyledon and another one is monocotyledon. So mango, its scientific name is Mangifera indica and genus it is Mangifera, and it comes under Anacardiaceae family. It comes under Anacardiaceae family and it comes under the order Sapindales. Sapindales എന്ന് പറഞ്ഞ ഓർഡർ. നമ്മൾ പൊളിമോണിയൽസ് ആൻഡ് സാപ്പിൻഡെയിൽസ് കംസ് അണ്ടർ ഡൈക്കോട്ടിലിഡിനെ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ the order which is coming Sapindales and the class it is Dicotyledinae and the division it is Angiospermae. Then the next one it is wheat. Wheat, its scientific name is Triticum aestivum. Triticum is the genus name and we can see Poaceae. Rice, wheat, maize ഇതൊക്കെ വരുന്നത് Poaceae ഫാമിലിയിലാണ് കേട്ടോ. And it comes under the order Poales and it comes under the class Monocotyledinae because they have single cotyledon, and it comes under the division that is Angiospermae. Okay, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചു. ടാക്സോണമി കാറ്റഗറി പറഞ്ഞപ്പോൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചു. അതിൻ്റെ ഒപ്പം നമുക്ക് പഠിക്കുക എക്സ്ട്രാ ആയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് അധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ക്ലാസ് ഏതാണ്, ഓർഡർ ഏതാണ്, ഇതൊന്നും മാറിപ്പോവാൻ പാടില്ല കേട്ടോ. Now in this session we are concentrating in taxonomical aids. എന്താണ് taxonomical aids? The major tools which we are using for classification of an organism, അല്ലെങ്കിൽ എന്ത് മെത്തേഡ് വഴിയാണ് നമുക്ക് ഒരു ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും കഴിയുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ we should preserve the actual sample or specimen of the plant or animal which has to be studied and its description has to be given in that tool. ആ ടൂളിനകത്ത് നമ്മൾ ഒരു പ്ലാന്റിൻ്റെയോ ആനിമലിൻ്റെയോ സ്പെസിമെൻ കളക്ട് ചെയ്യുകയും അതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുകയും ചെയ്താൽ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്ത് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അങ്ങനെയുള്ള കുറേ ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഹിയർ ദ ടാക്സോണമിക്കൽ എയ്ഡ്സ് കുറേ ഉണ്ട് കേട്ടോ. അതിനകത്ത് 10 എണ്ണാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. So here the first one which is mentioned that is herbarium. Herbarium is the most easiest method of identification of a sample which is collected by comparing with the specimen which is present in the herbarium. Herbarium എന്ന് പറഞ്ഞാൽ നമ്മൾ dried specimen which is keeping inside the herbarium sheet. Herbarium sheetൽ നമ്മൾ ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്യുന്ന സാമ്പിൾസിന്റെ ഡിസ്ക്രിപ്ഷനോട് കൂടി ആ സാമ്പിൾസ് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, അതായത് നമ്മുടെ കമ്പയറിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ ആക്ച്വൽ സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ദ ഹെർബേറിയം വേർ വി ക്യാൻ സി ദ സ്പെസിമെൻ ഇറ്റ് വിൽ ബി ഡ്രൈഡ് ആൻഡ് പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്.
അപ്പോൾ ഈ ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റാക്ഡ് ബൈ എനി ബാക്ടീരിയ, ഇൻസെക്ട്സ് ഓർ ഫംഗസ്. ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് ഇൻസെക്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ ഫോർ ദാറ്റ് ദിസ് ഹാസ് ടു ബി ട്രീറ്റഡ്, ദ സ്പെസിമെൻ ഹാസ് ടു ബി ട്രീറ്റഡ് ബിഫോർ കീപ്പിംഗ് ഇൻസൈഡ് ദ ഹെർബേറിയം ഷീറ്റ്. ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഒരു പേപ്പർ ഇതാണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് പോലെ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സ് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. ചില ഡ്രൈഡ് ലീവ്സിനെ ഇതേപോലെ സ്പെസിമെൻ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യുക, അതേപോലെ തന്നെ പൂവിന്റെ പാർട്സ് പ്രിസർവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് താഴെ എഴുതി വെക്കും ഇത് ഇന്ന കാര്യങ്ങളാന്നൊക്കെ. ആ സെയിം മെത്തേഡ് ഹെർബേറിയം ഷീറ്റ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുക. ഇവിടെ ഹെർബേറിയം ഷീറ്റിന് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാവും. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ഹെർബേറിയം ഷീറ്റ് ദാറ്റ് ഈസ് 30-45 centimeter. The herbarium sheet size, it is the size of the herbarium sheet, it is 30-45 centimeter ആണ് കേട്ടോ. ദിസ് ഈസ് ദ ജനറൽ സൈസ് ഓഫ് എ ഹെർബേറിയം ഷീറ്റ്. ഇനി നമ്മൾ നോക്കിയാൽ അമേരിക്കൻ ഹെർബേറിയം ഷീറ്റിന്റെ സൈസ് വേറെയാണ്. ദാറ്റ് ഈസ് 29-41 centimeter. അമേരിക്കൻ ഹെർബേറിയം ഷീറ്റിന്റെ സൈസ് അമേരിക്കൻ ഹെർബേറിയം ഷീറ്റ് 29-41 centimeter ആണ് കേട്ടോ. അതേപോലെ the sample which is collected and preserved on that sheet, it will be described with its common name, with its English name, with its collector's name, ആരാണ് അത് കളക്ട് ചെയ്ത ഡേറ്റ്, അതിന്റെ സയന്റിഫിക് നെയിം, അതേപോലെ തന്നെ എവിടെ നിന്നാണ് അത് കളക്ട് ചെയ്തത്, ഇത്രയും ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് will be given in the right lower corner of the herbarium sheet. ഹെർബേറിയം ഷീറ്റിന്റെ റൈറ്റ് ലോവർ കോർണറിലായിരിക്കും കൊടുത്തേക്കുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള ഏരിയ എന്ന് പറയുന്നത് 7-12 centimeter ആണ്. The labeling will be done in 7-12 centimeter. That is this one, right hand lower corner of the herbarium sheet. Herbarium sheet in the right lower corner ലാണ് ലേബലിംഗ് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ സ്പെസിമെൻ ഇത് കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഹിയർ ദ സ്പെസിമെൻ വിൽ ബി ട്രീറ്റഡ് വിത്ത് 0.1% ഓഫ് മെർക്കുറി ക്ലോറൈഡ് സൊല്യൂഷൻ to prevent the fungal attack. 0.1%. It is treated with 0.1% mercury chloride to prevent the fungal attack. Fungal attack ne prevent ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ mercury chloride വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. Okay, and we can see this is treated with the DDT, it is treated with the naphthalene, and it is treated with the carbon disulfide. Okay, that is treated with the DDT, naphthanol, carbon disulfide, sorry, naphthalene. Okay, naphthalene, naphthanol alla, naphthalene, carbon disulfide. ഇതൊക്കെ നമ്മൾ പെസ്റ്റിസൈഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. These all will be used as pesticide, as well as we will keep some repelling chemicals inside the almirah where we are keeping this herbarium book. ആ herbarium sheet preserve ചെയ്യുന്ന അൽമിരയിൽ നമ്മൾ കുറച്ച് എന്താ പറയുക repellent balls and all we will keep. That is herbarium sheet, that is moth or naphthalene repellent. നമ്മൾ ഈ പാറ്റ ഗുളികയൊക്കെ വെക്കില്ലേ, അതേപോലത്തെ കുറച്ച് സാധനങ്ങൾ, അതായത് ഇൻസെക്ട്സിന്റെ അറ്റാക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്ന ചെറിയ ചെറിയ നാഫ്തലിൻ ബോൾസ് അല്ലെങ്കിൽ മോത്ത് ബോൾസ് അല്ലെങ്കിൽ ഇൻസെക്ട് ബോൾസ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മളവിടെ അതിൻ്റെ അലമരയിൽ കീപ്പ് ചെയ്യും. അത് വേറൊരു മെത്തേഡാണ് ടു പ്രൊട്ടക്ട് ദീസ് സ്പെസിമെൻ വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഇൻഫെക്ഷൻ ഫ്രം ദിസ് ബാക്ടീരിയ, ഫംഗസ് ആസ് വെൽ ആസ് ദ ഇൻസെക്ട്സ്. അപ്പോൾ HgCl2, DDT, അതേപോലെ നാഫ്തലിൻ, കാർബൺ ഡൈസൾഫൈഡ്, അതേപോലെ തന്നെ കുറച്ച് ഇൻസെക്ട് റിപ്പലന്റ് ലൈക്ക് നാഫ്തലിൻ ബോൾസ്, അതൊക്കെയാണ് നമ്മൾ ഇതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് കേട്ടോ.
അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് സാമ്പിൾസ് ഓൾസോ ക്യാൻ ബി കെപ്റ്റ് ഇൻസൈഡ് ദിസ് ഹെർബേറിയം. ഹെർബേറിയത്തിൻ്റെ ഉള്ളിൽ ഫ്രഷ് സാമ്പിൾസും വയ്ക്കാറുണ്ട്. ഫ്രഷ് സാമ്പിൾസ് വയ്ക്കുമ്പോൾ വി ആർ യൂസിങ് ദ പ്രിസർവേറ്റീവ് വിച്ച് ഇസ് കോൾഡ് ആസ് ദ ഫോർമാലിൻ അസറ്റിക് ആസിഡ്. ഫോർമാലിൻ അസറ്റിക് ആസിഡ് ആണ് അവിടെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർമാലിൻ അസറ്റിക് ആസിഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ formalin, it will be 100 ml formalin acetic acid prepare ചെയ്യാൻ വേണ്ടിയിട്ട് 10 ml of formalin will be taken. Formalin 10 ml, glacial acetic acid 5 ml, ഈ ഇട്ട് മേലെ ഒരു വര വരച്ച ആസിഡ് എന്നാണ് കേട്ടോ. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 5 ml, അതുപോലെ 50 ml 95% എത്തനോൾ, 50 ml 95% എത്തനോൾ. ഇപ്പൊ എത്ര ml ആയി നോക്കിയേ, 10, 5, 15, 15, 50, 65, and 35 ml of water to make it as 100 ml formalin acetic acid. ഈ ഫോർമാലിൻ അസറ്റിക് ആസിഡിനകത്താണ് എന്ത് നമ്മൾ പ്രിസർവ് ചെയ്യുക, ഫ്രഷ് സാമ്പിൾസ് പ്രിസർവ് ചെയ്യുക. ഫ്രഷ് സാമ്പിൾസ് വിച്ച് ഇറ്റ് വിൽ ബി കെപ്റ്റ് ഇൻസൈഡ് ദ ഫോർമാലിൻ അസറ്റിക് ആസിഡ്. ഫോർമാലിൻ അസറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ എഴുതിയിട്ടില്ല. ഫോർമാലിൻ ഇറ്റ് ഈസ് 10 ml, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 5 ml, and we can see 35 ml of 50 ml of 95% ethanol, 35 ml to make this as 100 ml of formalin acetic acid. എന്നിട്ട് ആ സൊല്യൂഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഫ്രഷ് സാമ്പിൾസ് ഇട്ട് വയ്ക്കുക. Now, which are the different herbariums seen in India as well as outside India? കുറേ herbarium examples കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തോ. So here some examples they have given already, that is okay. They have not given the herbarium example where all it is in the Royal Botanical Garden, Kew. Royal Botanical Garden, Kew. സാധാരണ ഈ ഹെർബേറിയം ഒക്കെ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡനോട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും കാണുക കേട്ടോ. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഹെർബേറിയം. ഇറ്റ് ഈസ് സീൻ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ലാർജസ്റ്റ് ഹെർബേറിയം ക്യൂ എവിടെ കാണുന്ന സ്ഥലമാണ്, ഇംഗ്ലണ്ടിൽ കാണുന്നതാണ് കേട്ടോ. സോ ഹിയർ ദ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ദാറ്റ് ഈസ് ദ ലാർജ് ഗാർഡൻ ക്യൂ, ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഹെർബേറിയം. അതേപോലെ തന്നെ ഹെർബേറിയം ഓഫ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ. ഹെർബേറിയം ഓഫ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ. ഇതൊരിക്കലും ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിന് ചോദിച്ചായിരുന്നതാണ്. ഹെർബേറിയം നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് സിറ്റുവേറ്റഡ് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അതേപോലെ സെൻട്രൽ നാഷണൽ ഹെർബേറിയം സീൻ ഇൻ സെൻട്രൽ നാഷണൽ ഹെർബേറിയം ഓഫ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ, കൊൽക്കത്ത. സെൻട്രൽ നാഷണൽ ഹെർബേറിയം in Indian Botanical Garden, Kolkata. Okay, and we can see another herbarium, that is Herbarium of Forest Research Institute, Dehradun. Herbarium of Forest Research Institute, or FRI. It is in Dehradun. ഇതും ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. FRI is seen in FRI situated in, it is seen in Dehradun. Okay, so this is the different places we can see the herbarium. Royal Botanical Garden, Kew, that is the largest herbarium seen in England. Herbarium of National Botanical Research Institute, Lucknow. Central National Herbarium in India, Indian Botanical Research, that is Kolkata. Herbarium of Forest Research Institute or FRI seen in Dehradun. ഇവിടെയൊക്കെ നമുക്ക് ഹെർബേറിയം കാണാൻ പറ്റും. അതുപോലെ
ചെറിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും? ഹെർബേറിയം കാണാൻ പറ്റും. അതായത് അവിടുത്തെ സാമ്പിൾസ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു ലാബ് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ എന്താ പറയുക, ഹെർബേറിയം, ഒരു ചെറിയ റൂം അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ ഹെർബേറിയം ഇറ്റ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, നൗ വി വിൽ സീ ദ ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വാട്ട് ടു സേ ജെം പ്ലാസം കളക്ഷൻ ആണ്. അതായത് ex situ conservation of plants. For that botanical garden is used. Botanical garden where we can see artificially the plants are growing by giving the external care. നമ്മൾ കെയർ കൊടുത്തുകൊണ്ട് കുറേ ഓർഗാനിസത്തിലെ കുറേ പ്ലാന്റ്സ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയാം. സാധാരണ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മളൊക്കെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് പോകാറുണ്ട്. നമ്മളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്നാൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ കളക്ട് ചെയ്തൊരു സാമ്പിളിന് നമുക്ക് ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് കേട്ടോ ഹെർബേറിയത്തിന്റെ കേസിലും. ഇപ്പൊ ഹെർബേറിയം ഷീറ്റിൽ പ്രിസർവ് ചെയ്തേക്കുന്ന സാമ്പിളിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു എന്ന് തോന്നുന്ന ആ ഓർഗാനിസത്തിന്റെ ക്യാരക്ടറും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വെദർ ഇറ്റ് ഈസ് ഓൾറെഡി ഫൗണ്ട് ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദിസ് ബുക്ക് ഓർ നോട്ട്. അതാണ് ഏറ്റവും ഈസി മെത്തേഡ്, ഏറ്റവും ഈസി ആക്സസബിൾ ടാക്സോണമിക് എയ്ഡ് എന്ന് പറയുന്നത്, ടൂൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് റിയൽ ആയിട്ട് ആ പ്ലാന്റിനെ കാണാൻ പറ്റും. ആ പ്ലാന്റിനെ പറ്റിയിട്ടുള്ള സയന്റിഫിക് നെയിമും അതുപോലെ തന്നെ കോമൺ നെയിമും എവിടെ എഴുതിയിട്ടുണ്ടാവും? ആ പ്ലാന്റിൽ എഴുതിയിട്ടുണ്ടാവും. അത് കൂടാതെ അതിന് ഡിസ്ക്രിപ്ഷൻ, ഇഫ് വി ഗോ ടു ദാറ്റ് ഹെർബേറിയം ഓർ ടു ദാറ്റ് ലൈബ്രറി അസോസിയേറ്റഡ് വിത്ത് ദിസ് ബൊട്ടാണിക്കൽ ഗാർഡൻ, വി ക്യാൻ ഗെറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് പ്ലാന്റ്. അവിടെ നട്ടു വളർത്തേക്കുന്ന ഓരോ പ്ലാന്റിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആ ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സാമ്പിൾ ഈ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ എല്ലാം ബൊട്ടാണിക്കൽ garden example ആണ്. റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, that is the largest garden. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. അതുപോലെ തന്നെ സെൻട്രൽ നാഷണൽ Indian Botanical Garden, that is Kolkata, a forest research institute, that is also a botanical garden. ഇത് കൂടാതെ നമുക്ക് Indian Botanical Garden, which is seen in Howrah, it has given National Botanical Research Institute Lucknow, that we already said. Okay, these are the examples for the Botanical Garden. ഇനി അടുത്ത taxonomic aid എന്ന് പറയുന്ന മ്യൂസിയം ആണ്. മ്യൂസിയം where we can see, museum it is always associated to some educational institution. സാധാരണ അത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ മ്യൂസിയം കാണാൻ കഴിയുന്നത്. മ്യൂസിയത്തിലെ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻ ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. വി ക്യാൻ സീ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻ വിച്ച് ഈസ് കളക്റ്റഡ് ഫോർ ദ സ്റ്റഡി പർപ്പസ്. അവിടെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ആനിമൽസിൻ്റെയൊക്കെ ആണെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം ആയിരിക്കും കാണാം. അതല്ലെങ്കിൽ വി ക്യാൻ സീ ദ പിൻഡ്, അല്ലെങ്കിൽ we can say what we can see the inner organs will be removed out and it will be stuffed with something, and they will create the same structure of that organism and it will be kept in a preservative manner. Okay, so the preserved dried specimen we can see. ഇൻസെക്ട്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ഇൻസെക്ട്സിനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാഗങ്ങൾ, അതായത് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിനെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് അതിനെ പിൻ ചെയ്ത് വെക്കും. അത് വേറൊരു മെത്തേഡ്. ആൻഡ് വി ക്യാൻ സി ഇൻസെക്ട് ഇറ്റ് വിൽ ബി കെപ്റ്റ് ഇൻസൈഡ് സം ബോക്സസ്. അതേപോലെ birds and mammals, it is usually stuffed and preserved here, and skeleton of animals also will be present in this museum. Example for museum are National Museum of Natural History, Delhi, National Museum of Natural History, Delhi. And we can see the museum which is seen in Prince of Wales Museum in Mumbai, Prince of Wales Museum in Mumbai. And we can see Indian Museum in Kolkata, and we can see the Natural History Museum in London.
Okay, these are some examples for museum. Adipole, next one is zoological park. Zoological park nu parna we are seeing the animals are protected inside the ex situ condition. Means we are taking out the animal from their natural habitat and keeping inside the under the human protection. അതായത് നമ്മൾ കെയർ ചെയ്തിട്ട് സൂസിൽ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്കിൽ നമ്മൾ ആനിമൽസിനെ എന്താ പറയുക പരിപാലിക്കുന്നതിന് നമ്മൾ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. സാധാരണ സുവോളജിക്കൽ പാർക്കിലാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് അല്ലേ. ഈ സുവോളജിക്കൽ പാർക്കിൽ ഉണ്ടാവും ഒരു ലൈബ്രറി, അതിന് അസോസിയേറ്റ് ആയിട്ട് ഒരു ലൈബ്രറി ഉണ്ടാവും. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ആനിമൽസ് ഉണ്ടോ ആ ആനിമൽസിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എവിടെ ഉണ്ടാവും, സുവോളജിക്കൽ പാർക്കിൽ ഉണ്ടാവും. അപ്പം നമ്മളൊരു പുതിയ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓർ ബെസ്റ്റ് ടൂൾ ഫോർ ഐഡന്റിഫൈങ് ദാറ്റ് പർട്ടിക്കുലർ ആനിമൽ. എക്സാമ്പിൾ ഫോർ ദിസ് സുവോളജിക്കൽ പാർക്ക് ആർ നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഡൽഹി, ഞാൻ എഴുതുന്നില്ല, നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഡൽഹി. Then Mysore Zoo, കർണാടകയിലുള്ള മൈസൂർ സൂ. Then Rajiv Gandhi Zoological Park in Pune, Rajiv Gandhi Zoological Park in Pune and Thrissur Zoo, തിരുവനന്തപുരം സൂ. അങ്ങനെ കുറേ സുവോളജിക്കൽ പാർക്ക് ഉണ്ട് അല്ലേ. Then the next taxonomic aid, it is key. Key is nothing but we are using some characteristic features. That is a list of alternate characters arranged in such a manner by selecting and eliminating those characters we can classify the organisms into different groups. That we will select a list of characteristic features and according to that we can classify characteristic features we can classify the organisms into different groups. അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിനെ നമ്മൾ ഓരോ ലീഡ് എന്ന് പറയും കേട്ടോ. The key in which, key എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ്. അതിനകത്ത് ഓരോ ക്യാരക്ടറിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ലീഡ്. ഓക്കെ, അതേപോലെ കീ ദർ ആർ ടു ഡിഫറെന്റ് ടൈപ്സ്, ദാറ്റ് ഈസ് ഇന്റൻഡഡ് കീ ആൻഡ് ബ്രാക്കറ്റഡ് കീ. ഇന്റൻഡഡ് കീ ആൻഡ് ബ്രാക്കറ്റഡ് കീ. ഇന്റൻഡഡ് കീയിൽ നമ്മൾ എ ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രാക്കറ്റഡ് കേസിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, അതായത് ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ചുമ്മാ ഇന്റൻഡഡ് കീ ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എടുത്താൽ നമുക്ക് ആ ഓർഗാനിസത്തിനെ അത് ആ ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ ക്യാരക്ടേഴ്സ് കാണുന്ന ഓർഗാനിസത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബ്രാക്കറ്റഡ് കീ ആണെങ്കിൽ അത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഓർഗാനിസത്തിനെ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ it is contrasting characters or bracketed key. When we are saying that is more easy for classifying the organisms, it is not a time consuming process as compared to indented key. Indented key വെച്ച് ചെയ്യുന്ന അത്രയും സമയം എടുക്കില്ല. കാരണം ഇന്റൻഡഡ് കീയിൽ നമ്മൾ എന്താ ചെയ്യുക, എ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് വി ആർ കൺസിഡറിങ് that list of characters, if that particular organism is obeying or if it is following, then we can say that that particular group of organism we can classify into one category. പക്ഷെ അപ്പൊ എന്താണ്, നമുക്ക് ആ ഒരു ക്യാരക്ടർ വന്നില്ലെങ്കിൽ ആ ഓർഗാനിസത്തിന് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. പക്ഷെ ഈ ബ്രാക്കറ്റഡ് കെയിൽ എപ്പോഴും കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വയ്ക്കുമ്പോൾ ഒന്നുപോലെ ആ ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ല. അപ്പൊ നമുക്ക് രണ്ടായിട്ട് അവിടെ ക്ലാസിഫിക്കേഷൻ വന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാതെ മാറ്റി നിർത്തേണ്ടി വരില്ല. സോ ബ്രാക്കറ്റഡ് കീ ഈസ് മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് method of classification. Okay, now the next one, it is flora. Flora എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള കംപ്ലീറ്റ് പ്ലാന്റ്സിനെ കുറിച്ചും അതിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കുന്ന ഒരു ടാക്സോണമിക് എയ്ഡ് ആണ് എന്ന് പറയുന്ന ഫ്ലോറ എന്ന് പറയുന്നത്. എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലാന്റ്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു സ്പെസിഫിക് ഏരിയയിൽ, അല്ലാണ്ട് കംപ്ലീറ്റ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടല്ല. ഒരു ഏരിയയിൽ ഇപ്പൊ നമ്മൾ 100 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ സ്ക്വയർ അങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടോ ആ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസോട് കൂടിയ ടാക്സോണമിക് എയ്ഡിനെയാണ് നമ്മൾ ഫ്ലോറ എന്ന് പറയുന്നത്. ഫോണ എന്ന് പറയുന്നത് ദ സെയിം തിങ് ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്. ലൈക്ക് ഇഫ് യു ആർ മെൻഷനിങ് ദ ഓൾ ആനിമൽസ് പ്രസന്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ വിത്ത് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫോണ. അതേപോലെ മാനുവൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിം ഓഫ് സ്പീഷീസ് പ്രസന്റ് ഇൻ ആൻ ഏരിയ.
ഒരു ഏരിയയിലുള്ള ഓർഗാനിസത്തിന്റെ എല്ലാത്തിന്റെയും പേര്, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ, അതിന്റെ ജസ്റ്റ് പേര് മാത്രം മെൻഷൻ ചെയ്യുന്നതാണ് എന്ത് മാനുവൽ എന്ന് പറയുന്നത്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാല് in a particular area, a particular taxonomic category will be mentioned. ഒരൊറ്റ taxonomic category മാത്രമേ മെൻഷൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സ്പീഷീസിനെ പറ്റിയിട്ടാണ് പറയുന്നെങ്കിൽ അതിന് അവിടെയൊക്കെ എന്തൊക്കെ സ്പീഷീസ് ഉണ്ട് അത് മാത്രമേ പറയുള്ളൂ. അതേസമയം ഇഫ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് വൺ ഫാമിലി, ആ ഒരൊറ്റ ഫാമിലിനെ മാത്രമേ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. എന്ത് മോണോഗ്രാഫ്. സോ മോണോഗ്രാഫ് വേർ വി ക്യാൻ ഗെറ്റ് ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺലി ഓൺ വൺ ടാക്സോൺ. ഒരു ടാക്സോണിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് മോണോഗ്രാഫ്. ഈ മോണോഗ്രാഫ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സിംഗിൾ ടാക്സോൺ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് the monograph. അതേപോലെ തന്നെ we can see the catalog. കാറ്റലോഗ് എന്ന് പറഞ്ഞാല് നമ്മൾ മാനുവൽ പറഞ്ഞില്ലേ, അതായത് ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള എല്ലാ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നെയിം ചെയ്യുന്നത് അത് മാനുവലിലാന്ന് പറഞ്ഞു. വിത്ത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ദ മാനുവൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കാറ്റലോഗ്. അതായത് ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള എല്ലാ ഓർഗാനിസത്തിനെയും നെയിം ചെയ്ത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും കൂടി കൊടുക്കുന്നതാണ് എന്ത് കാറ്റലോഗ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 10 taxonomical aids, and in that Herbarium is the most accepted taxonomic aid for the classification or identification of an unknown organism. And Botanical Garden, Museum, Zoological Park, Key, Flora, Fauna, Manual, Monograph, Catalog. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീ ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് എ ലീഡ്? ലീഡ് ഈസ് നത്തിങ് ബട്ട് ദ കീ ഇൻ വിച്ച് ഈച്ച് ക്യാരക്ടർ വിച്ച് വി ആർ കൺസിഡറിങ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ലീഡ്. അതേപോലെ ഫ്ലോറ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ മാനുവൽ ഇമ്പോർട്ടൻ്റ് ആണ്, മോണോഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, കാറ്റലോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റേഴ്സ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ചാപ്റ്ററിനകത്ത്.